എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിസ്ക് ബൾജ് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും ഈ വേർഡ് കേട്ട് നല്ല പരിചയം ഉണ്ടാവും. കാരണം ഈ ഒരു കാലത്ത് ഒരുപാട് ആൾക്കാർ, ഒരു 90% ആൾക്കാരും ബുദ്ധിമുട്ടുന്ന വലിയൊരു പ്രോബ്ലമാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്ലിപ്പിംഗ് ഡിസ്ക് എന്നും അതുപോലെ തന്നെ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പല ആൾക്കാർക്കും ഡിസ്ക് പ്രോബ്ലം അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഡിസ്ക് ബൾജ് എന്നതിനെക്കുറിച്ച് കൂടുതലായിട്ടും എല്ലാവർക്കും അറിയണമെന്നില്ല, ചിലർക്കൊക്കെ അറിയായിരിക്കാം. അപ്പം നമുക്ക് ഈ ഡിസ്ക് ബൾജിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയാം. അപ്പം എന്താണ് ഡിസ്ക് എന്നതാണ് നമുക്ക് ആദ്യം, അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ 33 കശേരുകൾക്കിടയിലുള്ള, അതായത് നട്ടെല്ലിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ എല്ലുകൾ തമ്മിലും അല്ലെങ്കിൽ ഓരോ കശേരുക്കളെയും തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിൽ ആഘാതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജെല്ലി പോലുള്ളൊരു പദാർത്ഥമുണ്ട്. അതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. ഇപ്പം എന്തെങ്കിലും തരത്തിൽ നമ്മുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും തരത്തിലെന്ന് പറയുമ്പോൾ നമ്മൾ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ പോസ്ചർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അമിതമായ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭാരം എടുത്തുകൊണ്ട് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക, കിടക്കുക എന്നീ, അതായത് തെറ്റായ പോസ്ചർ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമുക്കുണ്ടാവുന്ന പേശി ബലക്ഷയങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ കശേരുക്കൾ തമ്മിൽ അടുക്കുകയും ആ അടുക്കുന്ന സമയത്ത് ഈ ജെല്ലി അമരുകയും ഒന്നുകിൽ പുറത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് തള്ളുകയോ ചെയ്യുന്നു. അതുവഴി അത് സുഷുമ്ന നാഡിയെയോ അല്ലെങ്കിൽ നമ്മുടെ നരമ്പുകളെയോ ഒക്കെ നമ്മൾ തൊടുമ്പോൾ അവിടെ ഞെരുങ്ങുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഡിസ്ക് ബൾജ് ഉണ്ടാവുന്നത്. ഇപ്പം ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നടുവിന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണെന്ന്. നടുവിന് മാത്രമല്ല, അത് കഴുത്തിനും ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് നോക്കാം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ നടുവേദനയും ഡിസ്ക് ബൾജ് അല്ല, അല്ലെങ്കിൽ ഡിസ്ക് ബൾജിന് നടുവേദന മാത്രമല്ല ലക്ഷണങ്ങളായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് ഈ ഡിസ്ക് ബൾജിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണഗതിയിൽ ഇപ്പോൾ എന്താ പറയുക, ഈ ചെറിയ തരത്തിൽ ലക്ഷണങ്ങൾ കണ്ടുവരുന്ന, അല്ലെങ്കിൽ ചെറിയ തരത്തിൽ വേദന, അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത നടുവേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ലക്ഷണങ്ങളുള്ള ആൾക്കാർ, അതായത് വളരെ മൈൽഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെയുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും കണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാരം കൂടുതലായിട്ട് എടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഭാരം എടുക്കുന്നവരിൽ, ബൈക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ കൂടുതൽ സമയം ഓടിക്കുക, അല്ലെങ്കിൽ ഡ്രൈവറായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ തെറ്റായ പോസ്ചർ, നമ്മൾ ഒരു ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ ഒക്കെ നമ്മുടെ നട്ടൽ നിവർന്നിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിലല്ലാതെ തെറ്റായ രീതിയിലുള്ള നമ്മുടെ ഓരോ പോസ്ചർ കാരണം, അതുപോലെ തന്നെ നട്ടലിനുണ്ടാവുന്ന പരിക്ക്, അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ നിൽക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ഇരിക്കുകയോ ചെയ്യുക, പിന്നെ പുകവലിയും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവുള്ള ആൾക്കാരിലും ഡിസ്ക് ബൾജ് വളരെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. നമ്മൾ ഡിസ്ക് ബൾജ് ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നടുവേദന ഉണ്ടാവുക, അല്ലെങ്കിൽ കഴുത്ത് വേദന ഉണ്ടാവുക, ബലക്കുറവ്, മരവിപ്പ്, തരിപ്പ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇതല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സഹിക്കാൻ പറ്റാത്ത വേദന, അല്ലെങ്കിൽ ബലക്ഷയം, നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ, നമ്മുടെ കാലിൻ്റെ വിരലുകൾ ചലിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ മൂത്രം പോകാൻ വരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ മാത്രം നമ്മൾ ഡിസ്ക് ബൾജിനെ ഭയപ്പെടേണ്ടതുണ്ട്. ഇപ്പം പല ആൾക്കാരും നടുവേദന വരുമ്പോൾ തന്നെ ചില ആൾക്കാർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് MRIയും മറ്റ് സ്കാനിങ്ങുകളൊക്കെ എടുത്തിട്ട് ഡിസ്ക് ബൾജ് എന്നല്ല, അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാറുണ്ട്. ചില ആൾക്കാർ നടുവേദന വരുമ്പോൾ തന്നെ അവരുടെ യുക്തിക്കനുസരിച്ച്, അല്ലെങ്കിൽ അവർ ഗൂഗിളും മറ്റ് യൂട്യൂബ് ചാനലുകളൊക്കെ നോക്കിയിട്ട് ചില ആൾക്കാർ MRIയോ അല്ലെ അതുപോലുള്ള മറ്റ് എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഡിസ്ക് ബൾജ് ഉണ്ട് എന്ന് കണ്ടിട്ട് പേടിച്ചിട്ട് ടെൻഷനായിട്ട് പല ആൾക്കാരും തെറ്റായ രീതിയിൽ ചികിത്സിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ല.
നിങ്ങൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായി സഹിക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക് ബൾജ് വന്നു കഴിഞ്ഞാൽ സർജറി വേണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കേസിലും സർജറിയുടെ ആവശ്യമില്ല. ഇപ്പൊ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ചെറിയ തോതിൽ ലക്ഷണങ്ങളാണെങ്കിൽ നമുക്ക് അതിൽ സർജറിയുടെ ആവശ്യമില്ല. അതല്ല വലിയ തോതിൽ നമ്മൾ മൂത്രമൊഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ കാലിൻ്റെ വിരലുകൾ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ബലക്ഷയം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അതികഠിനമായാൽ മാത്രം നമുക്ക് സർജറി പോലുള്ള ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. ഇതിന് അലോപ്പതിക് ട്രീറ്റ്മെൻറ്റ് മാത്രമാണോ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മൾ അലോപ്പതിക്കും അതുപോലെ തന്നെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും ഇതിനുണ്ട്. പല ആൾക്കാരുടെയും സംശയമാണ് നമുക്ക് ഡിസ്ക് ബൾജ് പോലെയുള്ള, ഇപ്പോൾ കോമൺ ആണ് ഈ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിസ്ക് ബൾജ് വന്നു കഴിഞ്ഞാൽ ആയുർവേദ പ്രകാരമുള്ള ചികിത്സാ രീതികൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. ആയുർവേദത്തിൽ ഡിസ്ക് ബൾജിന് നമുക്ക് ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ചികിത്സ എന്ന് നമ്മൾ ഒഴിച്ചിലുകൾ, അതായത് ഓയിൽ വെച്ച് നമ്മൾ എണ്ണയിട്ട് തിരുമുക, ഇങ്ങനെയുള്ള ചികിത്സാ രീതികളല്ലാതെ തന്നെ മരുന്നുണ്ട് ഇതിന്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മെയിനായിട്ട് ഡിസ്ക് ബൾജ് ഉള്ള ആൾക്കാരിലാണെങ്കിൽ നമ്മുടെ ആയുർവേദ പ്രകാരം നമ്മൾ അഭ്യംഗം, അതായത് നമ്മൾ ഓയിൽ ഉപയോഗിച്ച് എണ്ണ ഉപയോഗിച്ച് നമ്മൾ തിരുമുന്ന ചികിത്സ. അതുപോലെ തന്നെ നമുക്ക് കിഴിയിലും പലതരം കിഴികളുണ്ട്. അത് ഓരോരോ വ്യക്തികൾ അല്ലെങ്കിൽ ഓരോരോ പേഷ്യൻറ്റിനനുസരിച്ചിട്ട് നമ്മളതിൽ മാറ്റം വരുത്തും. ഡോക്ടർ അത് പേഷ്യൻറ്റിൻ്റെ എല്ലാ പരിശോധനകളും നടത്തിയതിന് ശേഷം ഡോക്ടർ നിർണ്ണയിക്കും. അതുപോലെ തന്നെ കടിവസ്തി എന്ന് പറയുന്ന മറ്റൊരു ട്രീറ്റ്മെൻറ്റും ആയുർവേദ പ്രകാരം ഡിസ്ക് ബൾജിന് നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ 3 തരം ചികിത്സകളാണ് പ്രധാനമായിട്ടും ആയുർവേദത്തിൽ നമ്മൾ ഡിസ്ക് ബൾജിന് വേണ്ടി ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് മെഡിസിനും കൊടുക്കാറുണ്ട്. ചില മരുന്നുകളൊക്കെ ചില പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്കിത് തടയാൻ വേണ്ടിയിട്ട് മരുന്നുകളല്ലാതെ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇത് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് നോക്കിയാൽ കൃത്യമായ വ്യായാമം, നമ്മൾ എല്ലാ ദിവസവും കൃത്യമായ ഒരു വ്യായാമം ചെയ്യുക. നമ്മുടെ നടുവിനും അതുപോലെ തന്നെ കഴുത്തിനുമൊക്കെ നമുക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ബലം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ ശരീരത്തിന് മൊത്തമായിട്ടും ഉള്ള എക്സസൈസുകളും ചെയ്യുന്നത് നല്ലതാണ്. ശരീരഭാരം കൂടിയ ആൾക്കാരാണെങ്കിൽ അത് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ വളരെ കുറവുള്ള ആൾക്കാരാണെങ്കിൽ അത് കൂട്ടി അത് നിയന്ത്രിക്കുക. പുകവലി കഴിയുന്നത്ര ഒഴിവാക്കുക. അതുപോലെ തന്നെ കൂടുതൽ സമയം നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഡ്രൈവർ ആണെങ്കിലും മറ്റ് മേഖലകളിലുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ഇരിക്കുമ്പോൾ ഒരു 5-10 മിനിറ്റെങ്കിലും നമ്മൾ എഴുന്നേറ്റ് നടക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്ട്രെച്ച് ചെയ്യാനോ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തലയണ വളരെയധികം സോഫ്റ്റും അതുപോലെ തന്നെ വളരെ കട്ടിയുള്ളതുമായിരിക്കാൻ പാടില്ല. ഒരു മീഡിയം ലെവലിലുള്ള തലയണ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് വായിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൂടുതൽ സമയം ഉപയോഗിക്കുന്ന ആൾക്കാരും ആണെങ്കിൽ ഒരേ പൊസിഷനിൽ വെച്ച് നമ്മളിപ്പോൾ ഇരുന്നാണെങ്കിലും അല്ലെങ്കിൽ സൈഡ് വെച്ച് കിടന്ന് നോക്കുന്ന ആൾക്കാരിലാണെങ്കിലും ഒരേ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ കുറേ സമയം വായിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ നോക്കുകയോ ചെയ്യുമ്പോൾ അതും നമുക്ക് ഈ പറയുന്ന ഡിസ്ക് ബൾജ് മാത്രമല്ല, നടുവിനുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമായേക്കാം. അതുകൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ ഈ പറയുന്ന നടുവേദന വരുന്ന എല്ലാവരുടെയും പ്രശ്നം അത് ഡിസ്ക് ബൾജ് അല്ല. അത് ഞാൻ പിന്നെയും പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ പല ആൾക്കാർക്കും നടുവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. ചില ആൾക്കാർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയതിന് ഫ്രാക്ചറോ അങ്ങനെയുള്ള കേസുകൾക്കും നടുവേദന വരാറുണ്ട്. അല്ലെങ്കിൽ നടുവിനുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാരണവും നടുവേദന വരാറുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇപ്പം ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഡിസ്ക് ബൾജ്. ഇതിപ്പോൾ സാധാരണ എല്ലാവർക്കും ഈ ഡിസ്ക് ബൾജ് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർക്ക് മനസ്സിലാവും ആ പേഷ്യൻറ്റിന് ഡിസ്ക് ബൾജ് ഉണ്ടോ ഇല്ലയോ. അത് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ MRI ഒക്കെ എടുക്കുമ്പോൾ അതിൽ
പല ആൾക്കാർക്കും ഡിസ്ക് ബൾജ് കാണിക്കാറുണ്ട്. കൂടുതലായിട്ടും കാണിക്കാതെ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെയുള്ള ജോലികളും മറ്റും ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്